എല്ലാവരും ഇവിടെ ഉണ്ടോ? കണ്ണ് കാണാൻ വയ്യ. ഓ, എല്ലാവരും എന്തേ? ഇവിടെ കാണാൻ ഉണ്ടോ ആരെങ്കിലും? അതെ അതെ, എല്ലാരും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും സുഖവാ. ദൂതൻ വരാനേ കാത്തിരിക്കോ നമ്മള്. ഞാനും. അതെ, നീ ഇപ്പം വരെ പോയില്ലയോ? ഇനി നീ വിഷമിക്കണ്ട, നിന്നെ ഞങ്ങൾ ആദ്യം ഇറക്കാം. അല്ല, ഈ 38 വർഷമായിട്ടും നിനക്ക് ഈ കുളത്തിലിറങ്ങാൻ സാധിച്ചിട്ടില്ലേ? ഇല്ല, ദൂതം വന്ന് കുളം കലക്കുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തിന് ഇറങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അതും ശരിയാ. ആണ്, ശരിയാ. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വന്നതാ. എന്തോ ചെയ്യാനാ, ഞാൻ വരുമ്പോ ഞാൻ കുളത്തിനടുത്ത് വരുമ്പോഴത്തേനും വേറെ ആരെങ്കിലും വന്ന് കുളത്തിലിറങ്ങും. കണ്ണ് കാണാത്തവനല്ലേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കണ്ണില്ലെങ്കിൽ നമുക്കത് ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാലുള്ളവർ പിന്നെയും തപ്പി തടഞ്ഞ് കുളത്തിലിറങ്ങാം. കാലുള്ളവന്റെ കാര്യം നീ അങ്ങ് നിർത്ത്. കാലുള്ള ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് വൃഥാവായി പോകുമെന്നോ എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയും ദൂരത്ത് വന്നിട്ട് ഞാൻ ഇന്ന് സൗഖ്യമായിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജന്മത്തിലേ എനിക്ക് കാല് നഷ്ടമായതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്ക് കാലും കൈയും ഒക്കെ ഉണ്ട്. എൻ്റെ അവസ്ഥ നോക്കിയേ, ഞാൻ ഈ 38 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക. എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കൂടി ആൾക്കാരില്ല. ഒരു മനുഷ്യന് ഒരു കൈയുള്ള വിഷമം നിങ്ങൾ ആർക്കും പറയാൻ പറ്റത്തില്ല. ജന്മനാലേ ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇനി എനിക്ക് സഹിക്കാനേ പറ്റത്തില്ല. ഇന്ന് ഞാൻ കുളത്തിൽ ഇറങ്ങും. അങ്ങനെ പറയില്ലേ. ദൂതം വന്നേ, ദൂതം വന്നേ. ആരാ സൗഖ്യപ്പെട്ടത്? ആ കൈയില്ലാത്ത മനുഷ്യൻ വന്ന് സൗഖ്യമായിട്ട് അയാള് പോയി. അവൻ ആദ്യമേ പറഞ്ഞത് അവൻ തന്നെ ആദ്യം ഇറങ്ങുമെന്ന്. എല്ലാരും സൗഖ്യപ്പെടുക, നിങ്ങൾ എന്നെ കൂടെ ഒന്ന് നോക്കണേ. നീ വിഷമിക്കണ്ട, നിന്നെ ഞങ്ങൾ ഇറക്കാം. അല്ല, താങ്കൾ കഴിഞ്ഞ പ്രാവശ്യവും വന്നെന്ന് പറഞ്ഞല്ലോ. വേറെ വീട്ടിൽ നിന്ന് ആരും വന്നൊന്നുമില്ലയോ? ആര് വരാനാ? അവർക്കാർക്ക് നമ്മളെ കൊണ്ടുവരാവുന്ന സമയമില്ലല്ലോ. അതെ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവർക്കും ഒരു ഭാരമാണ്. പിള്ളേരൊക്കെ എത്രയുണ്ട്? പിള്ളേർ 5 പേര്. എന്തായാലും നന്നായി. പിന്നെ ഈ നമ്മൾ ഇത്രയും പേര് സൗഖ്യമായി പോകുന്നത് കാണുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നാറില്ലയോ? വിഷമമുണ്ട്, എന്ത് ചെയ്യാനാ? ആരും എന്നെ ഇറക്കുന്നില്ല. എല്ലാരും പറയും നിന്നെ ഇപ്പൊ ഇറക്കാം, ഞാനുണ്ട് നിന്റെ കൂടെ, നിന്നെ ഞാൻ ഇപ്പൊ ഇറക്കുമെന്ന് പറഞ്ഞിട്ടും എല്ലാരും എന്നെ ഉപേക്ഷിച്ചു പോകും. ദൂതം വന്ന് വെള്ളം കലക്കുമ്പോഴാകട്ടെ അവരായിരിക്കും ആദ്യം ചാടുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ഓർക്കണേ. തീർച്ചയായും ഞാൻ എന്തായാലും നിന്നെ ഇറക്കുന്നതായിരിക്കും. നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തിയിട്ടേ പോത്തുള്ളൂ. ദൂതം വന്നേ, ദൂതം വന്നേ. ഞാൻ സൗഖ്യമായി. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. എനിക്കെല്ലാം കാണാം. സുന്ദരമായ ലോകം. അയാളും സൗഖ്യമായില്ലയോ? അവനും പോയി. എനിക്കാകെ വിഷമമാകുന്നു. ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നിട്ടും എനിക്ക് സൗഖ്യമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വയ്യ. എനിക്ക് ജീവിതം മടുത്തു, എൻ്റെ ഈ ജീവിതം. ഇല്ല സ്നേഹിത, നീ ഇപ്പൊ തന്നെ പോകുമായിരിക്കും. നീ നോക്ക്, ഞാൻ ഈ കിടക്കുന്നത് ഈ 38 വർഷമായിട്ടാ. എനിക്കാണെങ്കിൽ ആരും തന്നെ ഇല്ല. നിങ്ങളെങ്കിലും എന്നെ ഒന്ന് നോക്കണേ. നീ വിഷമിക്കണ്ട. എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും. ഒരു കാലില്ലാതെ ഞാൻ പെടുന്ന പാട് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ വർഷങ്ങളായി തളർന്നു കിടക്കുന്ന നിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും സ്നേഹിത, ഒരിക്കലും മറക്കത്തില്ല. നിന്നെ സ്നേഹിത കൂടെ കൂട്ടാ. ദൂതം വന്നേ, ദൂതം വന്നേ. കൈകള് കിട്ടി.
അവനും പോയില്ലേ? അതെ, അവനും പോയി. വീട്ടിലാരും ഇല്ലേ? വീട്ടിലാരുമില്ല സഹോദര. വീട്ടിലെല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. എന്നെ അവര് ചെറുപ്പത്തിലെ ഇറക്കി വിട്ടതാണ്. അതുകൊണ്ട് ഒരുപാട് ദേശങ്ങൾ സഞ്ചരിച്ചാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, സൗഖ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇന്ന് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. തൻ്റെ വീട്ടിൽ ആരുമില്ലേ? നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലൊന്നും ആരുമില്ല. ഞാൻ ഇവിടെ തന്നെയാണ് കിടക്കുന്നതും രോഗികൾ സൗഖ്യമായി പോകുന്നതും എല്ലാം കണ്ടുകൊണ്ട് കാണുന്നത് ഞാൻ തന്നെയാണ്. എങ്കിലും ആരും എന്നെ രക്ഷിക്കാനോ ഒന്നും തുനിഞ്ഞിട്ടില്ല. നീ വിഷമിക്കേണ്ട സ്നേഹിത. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഒരുമിച്ച് സൗഖ്യമാകാം. ദൂതം വന്നേ, ദൂതം വന്നേ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലിറങ്ങുവാൻ എനിക്ക് സഹായിപ്പാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ഇറങ്ങും. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും സൗഖ്യമാക്കുന്നവനും എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം മാത്രമേ ചെയ്യുന്നത്. എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ.